പണ്ടാരോ പറഞ്ഞു വെച്ച പ്രശസ്തമായൊരു വാചകമുണ്ട്. സർവ്വതിനും കാലം കണക്ക് ചോദിക്കാതെ കടന്നു പോകില്ല എന്ന്. അങ്ങനെ മലയാള മനോരമ എന്ന പത്രത്തോടും കാലം പകരം ചോദിച്ചിരിക്കുകയാണ്. ഒടുവിൽ മനോരമയുടെ അച്ചുകൾ കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിൻ്റെ ഏറ്റവും വലിയ ഭരണ നേട്ടത്തെക്കുറിച്ച് വിവരിക്കാൻ നിരത്തേണ്ടി വന്നിരിക്കുകയാണ്. ഇക്കഴിഞ്ഞ സെപ്റ്റംബർ 24-ന് മനോരമ ഏറെ വേദനയോടെയാണെങ്കിലും ആ വാർത്ത റിപ്പോർട്ട് ചെയ്തു. കടമെടുപ്പിൽ കേരളം അപകടകരമായ അവസ്ഥയിലല്ലെന്ന് സാക്ഷാൽ CAG റിപ്പോർട്ട് സാക്ഷ്യപ്പെടുത്തുന്നു എന്നായിരുന്നു മനോരമയുടെ വാർത്ത. കടമെടുപ്പിൻ്റെ കാര്യത്തിൽ രാജ്യത്തെ 28 സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ ജനസംഖ്യയിൽ 13-ാം സ്ഥാനത്തുള്ള കേരളം 15-ാം സ്ഥാനത്ത് മാത്രമാണ്. ആന്ധ്രയ്ക്കും ബംഗാളിനും പഞ്ചാബിനും തമിഴ്നാടിനും ബീഹാറിനുമൊക്കെ കേരളത്തേക്കാൾ ഏറെ ഉയർന്ന GDP കടം അനുപാതമാണുള്ളതെന്ന് CAG റിപ്പോർട്ടിനെ ഉദ്ധരിച്ച് മലയാള മനോരമ റിപ്പോർട്ട് ചെയ്തു. ഇതിനു പുറമെ വരുമാന കമ്മി കുറച്ചുകൊണ്ടുവരുന്ന സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ നമ്മുടെ കേരളം മുൻനിരയിലാണെന്നും മനോരമ തന്നെ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. തങ്ങളുടെ പ്രിയപ്പെട്ട വായനക്കാർ പെട്ടെന്ന് ഈ വാർത്ത ശ്രദ്ധിക്കരുത് എന്ന ലക്ഷ്യത്തോടെ മുൻ പേജിൽ നൽകേണ്ട വാർത്ത 11-ാം പേജിലാണ് പരമാവധി വലിപ്പം കുറച്ച് മലയാള മനോരമ നൽകിയത്. എന്നാൽ നവകേരള കടം എന്ന തലക്കെട്ടിൽ ഈ വർഷം ഏപ്രിൽ ഒരു വാർത്ത മലയാള മനോരമ നൽകിയിരുന്നു. ഒരു പ്രധാന പേജിൻ്റെ പകുതിയിൽ കൂടുതൽ ഉപയോഗിച്ചുകൊണ്ടായിരുന്നു ആ വാർത്ത. ആ വാർത്തയുടെ തുടക്കം മുതൽ ഒടുക്കം വരെ മനോരമ പറയാൻ ശ്രമിച്ചത് നമ്മുടെ കേരളത്തെ ഇടതുപക്ഷ സർക്കാർ വലിയ കടക്കെണിയിൽ തള്ളിയിട്ട് കഴിഞ്ഞു എന്നാണ്. ഒരുപക്ഷെ അതേ ദിവസം അങ്ങനെ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്ത നമ്മുടെ നാട്ടിലെ ഏക പത്രവും മലയാള മനോരമ തന്നെയായിരുന്നു. കാലത്തിൻ്റെ കാവ്യനീതി എന്ന് പറയട്ടെ, കേരളം കടക്കണിയിലേക്ക് നീങ്ങുന്നു എന്ന് എഴുതി പിടിപ്പിച്ച അതേ മലയാള മനോരമ ലേഖകൻ തന്നെയാണ് ഈ പുതിയ CAG റിപ്പോർട്ടിൻ്റെ വാർത്തയും എഴുതിയിരിക്കുന്നത്. അത് പിന്നെ റബ്ബർ പോലെ എങ്ങോട്ടും വളയുന്നൊരു നട്ടെല്ലും മുൻപ് പറഞ്ഞത് സാഹചര്യത്തിനനുസരിച്ച് വെള്ളം ചേർക്കാതെ വിഴുങ്ങാനുള്ള കഴിവും മലയാള മനോരമയുടെയും അതിലെ സോക്കോൾഡ് പത്രപ്രവർത്തകരുടെയും ഒരു പ്രത്യേകത തന്നെയാണല്ലോ. കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഈ നാട്ടിലെ അടിസ്ഥാന വർഗത്തിന് ഭൂമിയിലുള്ള അവകാശം ഉറപ്പിക്കാനും അവരുടെ മക്കൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം നൽകാനും ശ്രമിച്ചപ്പോൾ അതിന് തുരങ്കം വച്ച വിമോചന സമരം വിജയിപ്പിക്കാൻ കോൺഗ്രസ്സുകാരേക്കാൾ പണിയെടുത്തത് മലയാള മനോരമ എന്ന പത്രമായിരുന്നു എന്നത് ചരിത്രമാണ്. ആ ചരിത്രത്തിൻ്റെ നാറുന്ന വിഴുപ്പുകെട്ട് പേറി നടക്കുന്ന മലയാള മനോരമ പറയാത്ത ചില വസ്തുതകൾ കൂടി ഇനി പറയാം. കേരളത്തിൻ്റെ മൊത്തം GDPയുടെ വെറും 24.71% മാത്രമാണ് കേരളത്തിൻ്റെ ആകെ കടം. എന്നാൽ BJP 10 വർഷത്തിലേറെയായി തുടർച്ചയായി ഭരിക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ കടം എത്രയാണെന്നറിയാമോ? മൊത്തം GDPയുടെ 81.59%. അതായത് കേരളത്തിൻ്റെ 3 ഇരട്ടിയോളം വരും കേന്ദ്രത്തിൻ്റെ GDP കടം അനുപാതം എന്നർത്ഥം. പക്ഷേ മലയാള മനോരമയോ മറ്റേതെങ്കിലും ഇടതുവിരുദ്ധരായ മാധ്യമങ്ങളോ ഇത് ചർച്ച ചെയ്യില്ല, റിപ്പോർട്ട് ചെയ്യില്ല. ഇനി കടത്തിൻ്റെ മറ്റൊരു വശം കൂടി പറയാം. ലോകത്തെ 1ാമത്തെ സാമ്പത്തിക ശക്തിയായ അമേരിക്കയുടെ ആകെ കടം എത്രയാണെന്നറിയാമോ? മൊത്തം GDPയുടെ 122%. അതായത് ഉയർന്ന കടം GDP അനുപാതം വികസനത്തിനോ സാമ്പത്തിക വളർച്ചയ്ക്കോ ഒരു തടസ്സമല്ല എന്നർത്ഥം. ഒന്നുറപ്പാണ്, ഈ വാർത്ത കേരളത്തിലെ ഒരു മാധ്യമങ്ങളും ഏറ്റെടുക്കില്ല. ഒരു ചാനൽ ചർച്ചയിലും ഇത് വിഷയമാകില്ല. എന്തിനു പറയുന്നു? കുറച്ച് മാസങ്ങൾ കഴിഞ്ഞ് നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഇതേ മലയാള മനോരമ കേരളം വീണ്ടും കടക്കണിയിലേക്ക് എന്ന തലക്കെട്ടോടെ വാർത്ത നൽകാനും ഏറെ സാധ്യതയുണ്ട്. കാരണം കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ വീഴേണ്ടത് ഇവിടുത്തെ വലതുപക്ഷത്തിൻ്റെ മാത്രമല്ല, കോർപ്പറേറ്റുകളുടെയും അവരുടെ ദാസന്മാരായ മാധ്യമങ്ങളുടെയും കൂടി ആവശ്യമാണ്. അതിനുള്ള പണി അവർ തുടരുക തന്നെ ചെയ്യും.